ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു ചെറുപുഴ കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ. കുറഞ്ഞ ചെലവിൽ മെച്ചപ്പെട്ട ചികിത്സ. ഗ്രാമോദയ സ്വയം സഹായ സംഘം പാക്കഞ്ഞിക്കാട് 20ാം വാർഷികാഘോഷവും കുടുംബ സംഗമവും സംഘടിപ്പിച്ചു. പാസ്റ്റർ മാത്യു ജേക്കബ് സ്വാഗതം ആശംസിച്ചു. മാത്യു MJ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KF അലക്സാണ്ടർ ഉദ്ഘാടനം നിർവഹിച്ചു. V കൃഷ്ണൻ മാസ്റ്ററെ അനുമോദിച്ചു. ലൈസമ്മ തോമസ് ആശംസകൾ അറിയിച്ച് സംസാരിച്ചു. V കൃഷ്ണൻ പാസ്റ്റർ മറുപടി പ്രസംഗവും മനോജ് MP നന്ദിയും രേഖപ്പെടുത്തി. ഷിത ജഗദീഷ് ആൻഡ് ടീമിന്റെ ഗാനമേളയും തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി. ഈ 20ാം വാർഷികാഘോഷത്തിൽ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. ഇന്നലെയുണ്ടായ പെട്ടെന്നുണ്ടായ ചുഴലിക്കാറ്റ് ഇന്ന് നമ്മുടെ കാലാവസ്ഥ നമുക്ക് അല്പമായ പ്രയാസം നേരിട്ടു. നമ്മുടെ ചില കുടുംബാംഗങ്ങൾ ഇനിയും എത്തിച്ചേർന്നിട്ടില്ല. സമയത്തുള്ളവർ എത്തിച്ചേരുമെന്ന് ഞങ്ങൾ വിശ്വാസത്തോടെ പ്രതീക്ഷിക്കുകയാണ്. കഴിഞ്ഞ 20 വർഷമായി ചെറുപുഴ പഞ്ചായത്തിൽ തനതായ വ്യക്തിമുദ്ര ചാർത്തിക്കൊണ്ട് നാളിതുവരെയും തുടക്കം മുതൽ ഇന്നുവരെയും നല്ല രീതിയിൽ പ്രവർത്തിച്ചു വരുന്ന ഒരു സംഘമാണ് ഗ്രാമോദയ സ്വയംസഹായ സംഘം. വളരെ അഭിമാനത്തോട് എനിക്ക് പറയാത്തക്കോണം കഴിയും. ചെറുപുഴ പഞ്ചായത്തിൽ എന്നല്ല, പയ്യന്നൂർ ബ്ലോക്കിൽ ഒരു പുരുഷ സഹായ സംഘം 20 വർഷമായി നിലനിൽക്കുന്നുണ്ടെങ്കിൽ അത് ഗ്രാമോദയ മാത്രമാണ്. ഞങ്ങൾക്ക് പിൻപറ്റി കുണ്ടന്തടത്തിൽ ഒരു ബ്രഹ്മോസ് ആരംഭിച്ചിരുന്നു. അവർ ഞങ്ങളോട് മത്സരം ഉണ്ടായിരുന്നു. പക്ഷേ ബ്രഹ്മോസ് ഇപ്പോൾ ഉണ്ടോന്ന് അറിയില്ല. പനരാജ മാഷ്ടത്തിലായിരുന്നു അവർ. പക്ഷേ കഴിഞ്ഞ 20 വർഷക്കാലം സ്നേഹത്തിലും സഹോദര്യത്തിലും കൂട്ടായ്മയിലും എല്ലാ അർത്ഥത്തിലും ഏകദേശം 15 കുടുംബങ്ങൾ ഇന്നും ഒരേ മനോഭാവത്തിൽ മുന്നേറുന്നു എന്നുള്ളതിൽ അഭിമാനത്തോടെ ജാഗ്രതത്തോടെ ഞങ്ങൾ ഈ കൂട്ടായ്മയെ ഓർത്ത് അഭിമാനം കൊള്ളുകയാണ്. 2005 ജൂലൈ മാസത്തിലാണ്, അതായത് പുത്തൂർ നാരായണേട്ടന്റെ വീട്ടില് ഞങ്ങൾ ആദ്യമായിട്ട് ഒരു ആലോചന മീറ്റിംഗ് കൂടി. തുടർന്ന് ആ മാസത്തിന്റെ അവസാനത്തെ ഞായറാഴ്ച പുത്തൂർ പ്രകാശന്റെ വീട്ടിൽ വെച്ച് അന്നത്തെ നമ്മുടെ വാർഡ് മെമ്പറും ഞങ്ങളെ എന്നും പ്രോത്സാഹിപ്പിച്ചു. ഇങ്ങനത്തെ സംഘങ്ങൾ ഏറ്റെടുത്ത് അതെല്ലാ സംഘങ്ങളും ചെയ്യുന്ന കാര്യമാണ്. ഞാൻ നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങളും എല്ലാം 20 കൊല്ലം ചെയ്തോ എന്നുള്ളതൊക്കെ ചോദിച്ചാൽ അതിന് തർക്കമുണ്ട്. 20 വർഷം ചെയ്തു എന്നൊന്നും പറയാൻ കഴിയില്ലെങ്കിലും എല്ലാ സംഘങ്ങളും അവരുടെ അടയാളപ്പെടുത്തലുകൾ നടത്തുന്ന മേഖലകളാണ് മറ്റു കാര്യങ്ങളൊക്കെ. അതിൽ നിന്നൊക്കെ വ്യത്യസ്തമാണ് പഠനയാത്രകൾ അല്ലെങ്കിൽ വിനോദയാത്രകൾ സംഘടിപ്പിക്കുക എന്നുള്ളത്. അതെന്താ വെച്ചാൽ ഇപ്പോൾ നമ്മുടെ സമൂഹം ഒരുപാട് മാറിയിട്ടുണ്ട്. മുമ്പൊക്കെ നമുക്ക് എൻ്റെയൊക്കെ തലമുറയിൽപ്പെട്ട ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ പ്രത്യേകിച്ച് ഏതെങ്കിലും ജോലിയും കാര്യമൊന്നും ഇല്ലാത്ത ആളുകളോടെയൊക്കെ ആണെങ്കിൽ അവർക്കൊരു പക്ഷേ അവരുടെ തറവാട് വീടുകളിലേക്കൊരു യാത്ര 2-3 വർഷം കൂടുമ്പോൾ ഒന്ന് പോയാലായി, അല്ലെങ്കിൽ പോയില്ലെങ്കിലായി, അത്രയൊക്കെ കൊണ്ട് കഴിയുകയാണ്. പിന്നെ നമ്മളും നമ്മളുടെ ചുറ്റും മാത്രം ഒരു ചെറിയ വൃത്തത്തിനുള്ളിൽ നമ്മളുടെ ജീവിതത്തെ മുഴുവൻ നമ്മൾ പറയുകയാണെങ്കിൽ ഒരു പശുവിനെ ഒരു കുറ്റിയിൽ കെട്ടിയിട്ടാൽ അതിനെത്ര വട്ടം സഞ്ചരിക്കാമെന്ന് പറയുന്നത് പോലെ തന്നെ നമ്മൾ നമ്മുടെ ഒരു ചെറിയ വൃത്തത്തിനുള്ളിലാണ് നമ്മളുടെ എല്ലാ കാര്യങ്ങളും. അതിന് അപ്പുറത്ത് നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ വേണ്ടവണ്ണം ബോധവാന്മാരാവുന്നില്ല, അല്ലെങ്കിൽ തിരിച്ചറിയുന്നില്ല. ആ കാര്യത്തിലാണ് നിങ്ങൾ നടത്തിയ വിനോദയാത്രകളുടെ പ്രാധാന്യം ഞാൻ കാണുന്നു. നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയൊരു കാര്യമാണ്. മാത്രമല്ല, പാസ്റ്റർ പറഞ്ഞപ്പോൾ ഇവിടെ ഒരു പിന്നെന്താ പറയുക, ലിംഗപരമായ വ്യത്യാസമൊക്കെ ഉണ്ടായിരുന്നു. അത് പാടില്ലാത്തതാണ്. നിങ്ങൾ ഞങ്ങളെ സഹായിക്കുന്നു, നിങ്ങൾ അങ്ങനെയാണ് ഇങ്ങനെയാണ്, അങ്ങനെ നിങ്ങൾ എന്നുള്ള ആ ഒരു നിങ്ങൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് ആ പുരുഷ എന്നുള്ളത് അങ്ങ് വെട്ടുക. ഗ്രാമോദയ അല്ലേ, അവർ കൈയടിക്കുന്നുണ്ട്, അതെന്നെയാണ് ഉദ്ദേശിച്ചത്. അവർക്കത് അത്ര ധാരണ, അത്രയ്ക്ക് അവരതിനെ കുറിച്ച് കാണുന്നുണ്ടെന്നുള്ളത് കൊണ്ടാണ്. ജനറൽ ഡിസ്പാരിറ്റി അല്ലെങ്കിൽ ലിംഗ വ്യത്യസ്തത നമ്മളങ്ങ് ഒഴിവാക്കിയിട്ട് ഒരുമിച്ച് ആലോചിക്കുകയാണെങ്കിൽ ഇപ്പം നിങ്ങളുടെ എക്സിക്യൂട്ടീവിലൊന്നും ഇവരുണ്ടാവില്ല എന്നുള്ളത് ഉറപ്പാണ്. വാസ്തു പറഞ്ഞു കേൾക്കുന്നത്. മലയോരത്തിന്റെ മണ്ണിൽ ആതുര ശുശ്രൂഷ രംഗത്ത് സഹകരണ മേഖലയുടെ നിറച്ചാർത്ത് ചെറുപുഴ കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ. കുറഞ്ഞ ചെലവിൽ മെച്ചപ്പെട്ട ചികിത്സ. അസ്ഥിരോഗം, ENT, സ്കിൻ, പൾമനോളജി, സൈക്കാട്രി, കൂടാതെ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കാഷ്വാലിറ്റി ലാബ്, ഫാർമസി സൗകര്യങ്ങൾ. കൂടാതെ
ഓർത്തോ ഓപ്പറേഷൻ തിയേറ്റർ, ഫിസിയോതെറാപ്പി, ഓഡിയോളജി, സ്പീച്ച് തെറാപ്പി, NICU, PICU സൗകര്യം, റേഡിയന്റ് വാമർ, ഫോട്ടോതെറാപ്പി, ECG, കൂടാതെ അത്യാധുനിക ഡിജിറ്റൽ എക്സ്റേ സൗകര്യം. ചികിത്സയ്ക്കിനി ചിലവേറില്ല. ചെറുപുഴ കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ. കൂടുതൽ വിവരങ്ങൾക്കും ടോക്കൺ ബുക്കിങ്ങിനുമായി ബന്ധപ്പെടുക 049852424140, മൊബൈൽ 6238064141.